നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടൻ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാഞ്ഞിട്ടും എന്തിനാ സച്ചേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? സന്ധ്യ, സത്യം പറ മോളെ, ഈ റിപ്പോർട്ട് സത്യമാണോ? അച്ഛാ, എല്ലാരും ഞാൻ പറയുന്നത് കേൾക്കണം. ഇത് മുൻപ് നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ടാ. മതി വിശദീകരിച്ചത്. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ? ഇല്ല. ഈ റിപ്പോർട്ട് അനുസരിച്ച് അർച്ചനയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയില്ല. പക്ഷേ ഇത് കള്ളം. നല്ല ബെസ്റ്റ് ഡോക്ടറാ. ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ടും കള്ളത്തരം പറഞ്ഞ് ഇവരെ ട്രീറ്റ്മെന്റിന് ചെന്നൈയിലേക്ക് പറഞ്ഞയക്ക. ഇതിപ്പോ ഡോക്ടറിന് മാത്രം പ്ലാനാണോ അതോ അർച്ചനയും സച്ചിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ? എന്തായാലും വലിയ ചതിയായിപ്പോയി ഡോക്ടറെ. എന്തായാലും സത്യം അറിഞ്ഞാൽ നന്നായി. ഇനിയെങ്കിലും ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പാഴ്വേല അവസാനിപ്പിക്കാലോ. എല്ലാവരും എന്നെ വിശ്വസിക്കണം. ഞാൻ ആരും ചതിച്ചിട്ടില്ല. അർച്ചന, ഡോക്ടർ എന്നെ ചതിക്കായിരുന്നല്ലേ? അർച്ചന, ഞാൻ വേണ്ട. ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പറ്റില്ല, അല്ലേ? ഇല്ല, ഞാൻ വിശദമായിട്ട് പറയാം. ഇനി എന്തു പറയാനാ? ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഡോക്ടർക്കല്ലാതെ ഈ വീട്ടിൽ ആർക്കെങ്കിലും ഇതറിയോ? ഡോക്ടർ പറയൂ. ഡോക്ടറുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. സച്ചിൻ ഇക്കാര്യം അറിയായിരുന്നോ? എന്തിനാ സച്ചേട്ടാ എന്നെ ഇങ്ങനെ ഒരു കോമാളിയാക്കിയത്? എല്ലാ സങ്കടവും ഉള്ളിൽ അടക്കി വെച്ചോണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പാഴ്വേലായിരുന്നല്ലേ എല്ലാം. നീ വിഷമിക്കാതിരിക്കാൻ വേണ്ടി സച്ചി ഇതൊക്കെ ചെയ്തത്. എനിക്ക് വേണ്ടി സച്ചേട്ടൻ സ്വയം കുറ്റം ഏറ്റെടുത്തതല്ല. സച്ചേട്ടന്റെ കുഴപ്പം കൊണ്ട് കുട്ടികൾ ഉണ്ടാവാത്തെന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്നോട് തുറന്നു പറയായിരുന്നില്ല. മോളെ, നിനക്ക് വേണ്ടി മാത്ര സച്ചി ഇതൊക്കെ ചെയ്തത്. ഞങ്ങള് വിശദമായിട്ട് നിന്നോട് പറയാം. നീ ഒന്ന് സമാധാനപ്പെട്. അത് ശരി,
അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഈ സത്യം അറിയായിരുന്നല്ലേ? എല്ലാം നിന്നോട് പറയാം. കാര്യം അറിയുന്നതിന് മുമ്പ് നീ സച്ചിയെ കുറ്റപ്പെടുത്തണ്ട. സച്ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. അർച്ചന, ഇങ്ങനൊന്നും പറയല്ലേ. എന്റെ ജീവിതത്തില് നീ കഴിഞ്ഞേ ഉള്ളൂ, മറ്റെന്തും. സച്ചേട്ടന്റെ മനസ്സിലെ ആഗ്രഹങ്ങള് തൊട്ടറിഞ്ഞവളാ ഞാൻ. എന്നെക്കാളും കൂടുതൽ സച്ചേട്ടൻ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാഞ്ഞിട്ടും എന്തിനാ സച്ചേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അർച്ചനെ, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. എല്ലാവരും കേൾക്കണം. അന്നത്തെ ഈ ടെസ്റ്റ് റിസൾട്ട് സത്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇതുവരെ നമ്മൾ നടത്തിയ ട്രീറ്റ്മെന്റിൽ റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെന്നൈയിൽ പോയി 1 വർഷം ട്രീറ്റ്മെന്റ് നടത്തിയ അർച്ചനയ്ക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയും. കള്ളം, പച്ച കള്ള ഡോക്ടർ പിന്നെയും പറയുന്നത്. എന്തിനാ ഡോക്ടർ ഈ പാവങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഇത്രയും നാൾ ഈ ടെസ്റ്റ് റിസൾട്ട് രഹസ്യമാക്കി വെച്ച ഡോക്ടർ പറയുന്നത് ഇനി ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അർച്ചനെ, നീ ഞാൻ പറയുന്നത് വിശ്വസിക്ക്. ഇല്ല, ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല. എന്റെ ജീവിതം ഇവിടെ തീർന്നു. അർച്ചന, എന്റെ മുന്നിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ. ഏയ്, ചേട്ടാ, മാപ്പ്. എന്താണോ? അർച്ചന, അർച്ചന, ഏയ്, അർച്ചന, മോളെ, അർച്ചന, മോളെ, മോളെ, അർച്ചന, മോളെ, അച്ഛനെ, അർച്ചന, കണ്ണു തുറക്ക്. അർച്ചന, ഏതായാലും ഇതോടെ ചെന്നൈ യാത്ര മുടങ്ങി. മോളെ, മോളെ, അർച്ചന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.